നമുക്ക് കുറച്ച് ഉപഹാരം നൽകാനുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ അംഗനവാടിക്ക് ആവശ്യമായ സ്ഥലം വിട്ടു നൽകിയ ശ്രീ തോരപ്പ കുഞ്ഞുമുതുകാക്കയാണ്. ഒരു മഹത്തായ ദാനസൽക്രമമാണ് അദ്ദേഹം നാടിന് വേണ്ടി സമർപ്പിച്ചിട്ടുള്ളത്. നാടിൻ്റെ നന്മക്കും വളർച്ചയ്ക്കും വേണ്ടി നമ്മുടെ അംഗനവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ ശ്രീ തോരപ്പ കുഞ്ഞു മുഹമ്മദ് കാക്കയെ ആദരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട MP സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അടുത്തത് നമ്മുടെ അംഗൻവാടിക്ക് വേണ്ടി എല്ലാ കാലത്തേക്കുമുള്ള വെള്ളം വിട്ടു നൽകിയ ശ്രീ പെരിയേങ്ങൽ റഷീദിന് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഒരു നാടിൻ്റെ വളർച്ച എന്നത് ആ നാടിൻ്റെ വിദ്യാഭ്യാസ മുന്നേറ്റമാണ്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനമായ ഒന്നാണ് പ്രാഥമിക വിദ്യാഭ്യാസം എന്നത്. അത് ഇന്ന് നൽകാവുന്നതിൽ വെച്ച് ഏറ്റവും ന്യൂനതമായ രീതിയിൽ സ്മാർട്ട് അംഗൻവാടി നമുക്ക് സാക്ഷാത്കരിച്ച നമ്മുടെ പ്രിയങ്കരിയായ വാർഡ് കൗൺസിലർ ശ്രീ മറിയുമ്മ ഷെരീഫ്. അടുത്തതായിട്ട് അംഗൻവാടി നിർമ്മാണത്തിന് തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ചെയ്ത് കോൺട്രാക്ടർ ശ്രീ നവീൻ ഹർഷൽ. അംഗൻവാടി നിർമ്മാണത്തിന് തുടക്കം മുതൽ അവസാനം വരെ എല്ലാ പ്രയത്നങ്ങളിലും ചെയ്ത് കോൺട്രാക്ടർ നവീൻ ഹർഷൽ. നൽകിയ സേവനരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന പ്രതിഭാ സേവനവേദി അംഗങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ആവശ്യമായ കരണ്ട്, വെള്ളം എന്നിവ നൽകിയ ശ്രീ ബീരാൻകുട്ടി പട്ടക്കടവൻ. അടുത്ത ആളോട് വെയിറ്റിംഗ് ആണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ഇംഗ്ലീഷിൽ 8ാം റാങ്ക് നേടി നാടിൻ്റെ അഭിമാനമായി മാറിയ ഫാത്തിമ റിംഷി കെ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MA ഇംഗ്ലീഷിൽ 8ാം റാങ്ക് നേടി നാടിൻ്റെ അഭിമാനമായി മാറിയ ഫാത്തിമ റിംഷ കെ. അംഗൻവാടി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിസ്വാർത്ഥ സേവനം നൽകിയ ശ്രീ CH മൊയ്തീൻ സാഹിബ്.
അടുത്തതായി നമ്മുടെ സ്മാർട്ട് അംഗൻവാടി നാടിന് വേണ്ടി സമർപ്പിച്ച പ്രിയങ്കരനായ MP ET മുഹമ്മദ് ബഷീർ സാഹിബിനുള്ള നമ്മുടെ സ്നേഹോപകാരം പ്രിയപ്പെട്ട വാർഡ് കൗൺസിലർ ശ്രീ മറിയുമ്മ ഷെരീഫ് നൽകുന്നു. അടുത്തതായിട്ട് മലപ്പുറം നഗരസഭാ ചെയർമാൻ ശ്രീ മുജീബ് കാടേരിക്കുള്ള സ്നേഹോപകാരം സംഘാടക സമിതി ഭാരവാഹികളായ സഹൽ ശ്രാമ്പിക്കൽ, ബാപ്പു പഞ്ചലി എന്നിവർ നൽകുന്നു. നമസ്കാരം. ഇവിടെ സന്നിധരായിട്ടുള്ള പ്രമുഖ വ്യക്തികൾ, നമ്മുടെ MP, നഗരസഭാ ചെയർമാൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മറ്റ് കൗൺസിലർമാർ, പ്രിയമുള്ള നാട്ടുകാരെ, രക്ഷിതാക്കളെ, കുഞ്ഞുമക്കളെ, നമുക്കറിയാം അംഗനവാടിയിൽ നമ്മൾ ആദ്യമായിട്ടൊക്കെ കുട്ടികളെ ചേർക്കുമ്പോൾ വലിയ മടിയാണ് മക്കൾക്കൊക്കെ പോകാൻ. കാരണം ഒരുവിധം അംഗനവാടികളിലൊക്കെ ഈ വേനൽക്കാലത്ത് ഇവിടെ കുറേ ആൾക്കാർ പറഞ്ഞ പോലെ തന്നെ ചൂടും കാര്യങ്ങളും സൗകര്യമില്ലായ്മയൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സ്മാർട്ടായിട്ടുള്ള അംഗനവാടികൾ, അവർക്ക് ഭൗതിക സാഹചര്യം കാണുമ്പോൾ തന്നെ നമ്മുടെ മക്കൾക്ക് അംഗനവാടി ഇഷ്ടപ്പെടാനും അവിടെ ഇരിക്കാനും ഒക്കെ ഉള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും മക്കൾക്ക് സ്കൂൾ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുന്നതിന് മുന്നേറ്റ് ഇത്രയും നല്ല സൗകര്യത്തിൽ നമ്മുടെ സാധാരണക്കാരുടെ മക്കൾക്ക് നൽകാൻ കഴിഞ്ഞതിൽ വളരെയധികം ചാരിതാർത്ഥ്യമുണ്ട്. ഇതുപോലെ തന്നെ എല്ലാ അംഗനവാടികളിലും ഒരേപോലെ ആയി കാണണം എന്നുള്ള ആഗ്രഹമുണ്ട്. ഏതായാലും പട്ടർക്കാടിലുള്ള മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അംഗനവാടിയിലൊക്കെ പോയിട്ട് ഈ സൗകര്യങ്ങളൊക്കെ ആസ്വദിച്ചുകൊണ്ട് സ്കൂൾ കാലഘട്ടം ധന്യമാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. മൊമെൻ്റോ കൂടി നൽകാനുണ്ട്. മൊമെൻ്റോ നൽകുന്നതിന് വേണ്ടി വൈസ് ചെയർപേഴ്സൺ കൊന്നോല ഫൗസിയ കുഞ്ഞപ്പിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഓരോരുത്തരുടെ പേര് വായിക്കുന്നവർ എത്രയും പെട്ടെന്ന് വരിക. ഷംല റിയാസ്, മികച്ച സംരംഭക, ഹൂർലിംഗ് ബ്യൂട്ടി ആൻഡ് മേക്കപ്പ് സ്റ്റുഡിയോ. ബിബിൻ വെടിയത്ത്, വി ഡ്രൈവ് ഓട്ടോ ഗാരേജ്, കുടുംബശ്രീ യൂണിറ്റ്. കൃഷ്ണകുമാർ, KL ഗ്രൂപ്പ് പേപ്പർ ബാഗ് യൂണിറ്റ്. കൃഷ്ണകുമാർ, KL ഗ്രൂപ്പ് പേപ്പർ ബാഗ് യൂണിറ്റ്. കൃഷ്ണകുമാർ നമ്മുടെ നാട്ടിലെ ഒരുപാട് വനിതകൾക്ക് തൊഴിലവസരം നൽകിയ KL ഗ്രൂപ്പ് പേപ്പേഴ്സ് ബാഗ് യൂണിറ്റ്. അടുത്തതായിട്ട് ആശംസ അർപ്പിക്കുന്നു വേണ്ടി PK സക്കീർ ഹുസൈൻ, ചെയർമാൻ, വികസനകാര്യം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട ഉദ്ഘാടകൻ, വേദിയിലുള്ള എൻ്റെ സഹപ്രവർത്തകരെ, കൗൺസിലർമാരെ, നല്ലവരായ നാട്ടുകാരെ, സുഹൃത്തുക്കളെ, മറിയുമ്മാനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ആളുകൾക്ക് തെറ്റ് പറ്റിയിട്ടില്ല എന്നുള്ളത് ഇവിടെ വന്നപ്പോൾ ബോധ്യമായി. ഞാനൊക്കെ കരുതിയത് ഞാനാണ് ഏറ്റവും വലിയ വികസന നായകനെന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ വാർഡിൽ ഒരുപാട് സാധനം ഞാൻ കൊണ്ടുവന്ന് ഞാനായിരിക്കും. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോൾ നമ്മളൊന്നൊന്നുമല്ല. മറിയുമ്മാൻ്റെ ലിസ്റ്റ് ഇങ്ങനെ വായിച്ചപ്പോൾ തത്തമ്മ ചീട്ടെടുക്കണ മാതിരി ഇങ്ങനെ വലിയ വലിയ ലിസ്റ്റ് ഇങ്ങനെ വായിക്കുകയാണ്. കുറവ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ചെയർമാൻ തന്നെ പറഞ്ഞു അതിൻ്റെ എമൗണ്ട് പറയണ്ടട്ടോ പറഞ്ഞു. കാരണം എമൗണ്ട് പറഞ്ഞാൽ മറ്റുള്ള കൗൺസിലർമാർ കാത്തിക്കാണ്, എമൗണ്ട് അറിഞ്ഞാലല്ലേ നമുക്ക് തർക്കിച്ച് വാങ്ങാൻ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു കൗൺസിലർക്ക് കിട്ടി, അത് നന്നായി മുതലെടുക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി തീർത്തു. അതാണ് 40 ലക്ഷം ഉറുപ്പിക ചെലവ് കഴിച്ച ഒരു അംഗനവാടി എന്ന് പറഞ്ഞാൽ മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ ആർക്കും കിട്ടിയില്ല. ഇപ്പം എൻ്റെ വാർഡിലൊരു അംഗനവാടി ഉണ്ട്, അതൊരു ഉദ്ഘാടനം കഴിഞ്ഞു. ഇപ്പം ഞാൻ രണ്ടാമതൊരു അംഗനവാടിക്ക് സ്ഥലം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മറിയുമ്മ ഇപ്പോൾ കഴിഞ്ഞ ഹോമിയോ ആശുപത്രിയുടെ ഉദ്ഘാടനത്തിന് വന്നപ്പോഴാണ് ഞാൻ മറ്റൊന്ന് കണ്ടത്.
എത്ര കാലം അങ്ങനെ മൂലക്ക കിടന്നിട്ട് ഒരു ആസ്പത്രിയായിരുന്നു. അത് ഉദ്ഘാടനം ചെയ്തു കൊണ്ടു. ഇവിടെ ഇറങ്ങി വന്നപ്പോൾ ഒരു ബോർഡ് കണ്ടു. പട്ടണക്കടവ് നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു. അന്ന് ചെയ്യാൻ സാധിക്കാത്ത ആളുകൾക്ക് മറിയും അത് ചെയ്ത് കാണിച്ചു കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. വേറെ വ്യത്യാസമൊന്നുമില്ല. മറിയുമ്മക്ക് അത് ചെയ്തു കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഒരുപാട് ആളുകൾ സംസാരിക്കാറുണ്ട്, ഞാൻ സംസാരിക്കുന്നില്ല. ഇതുപോലെയുള്ള ആളുകളായിരിക്കണം വാർഡിലുള്ള കൗൺസിലർമാർ. ഇതുപോലുള്ള വികസന പ്രവർത്തനമായിരിക്കണം നാടിന് ആവശ്യം. നാടിന് എന്തൊക്കെ ആവശ്യങ്ങളുണ്ടോ അതൊക്കെ നേടിയെടുക്കാൻ കഴിവുള്ള ആളുകളായിരിക്കണം, ഇതിനൊക്കെ പറ്റിയ ആളുകളായിരിക്കണം കൗൺസിലർമാർ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി. അടുത്തായി ഉപഹാര സമർപ്പണം. ഉപഹാരം നൽകുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK സക്കീർ ഹുസൈൻ. ഏറ്റുവാങ്ങുന്നതിനു വേണ്ടി നജീബ നടുത്തൊടി, ഫാഷൻ ഡിസൈൻ രംഗത്തെ മികച്ച സംരംഭക. നജീബ. റജീന CV, കേക്ക് മേക്കർ രംഗത്തെ മികച്ച സംരംഭക. റജീന CV. നജ്ന സാദിഖ് P, കേക്ക് മേക്കിംഗ് രംഗത്തെ മറ്റൊരു മികച്ച സംരംഭക. നജ്ന സാദിഖ് P. നജ്ന സാദിഖ് പാറമൽ അവർക്ക് വേണ്ടി ഏറ്റുവാങ്ങേണ്ടതാണ്. അടുത്ത ഈ ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഹക്കീം സാഹിബിനെ ക്ഷണിക്കുന്നു. ഈ ചടങ്ങിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി, ഈ വാർഡിൻ്റെ കൗൺസിലർ പ്രിയപ്പെട്ട മറിയുമ്മ ഷരീഫ് അടക്കം വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഒരു വാർഡിൽ നടത്തുകയും അത് പരമാവധി ജനകീയമാക്കുകയും ജനങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ചുള്ള വികസനങ്ങൾ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിനും എക്കാലവും മലപ്പുറം നഗരസഭയ്ക്ക് കഴിഞ്ഞ ടേമിലും ഈ ടേമിലും മാതൃകയായ പ്രത്യേകം എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ് പ്രിയപ്പെട്ട മറിയുമ്മ ഷരീഫ്. അവരുടെ വാർഡിൽ നടക്കുന്ന ഈ ജനകീയ സംരംഭത്തിന്, ജനകീയ ഉദ്ഘാടനത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട്, എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടി മലപ്പുറം മുനിസിപ്പൽ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK ഹക്കീം സാഹിബിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി മുഹമ്മദ് യാസീൻ തൈക്കണ്ടി, സബ് ജില്ലാ തലത്തിൽ ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ ജേതാവായ മുഹമ്മദ് യാസീൻ തൈക്കണ്ടി. സബ് ജില്ലാ തലത്തിൽ ബോക്സിംഗിൽ ഗോൾഡ് മെഡൽ നേടിയ മുഹമ്മദ് യാസീൻ തൈക്കണ്ടി. അഹമ്മദ് ഷിബിൻ, ജാസ് ആൻഡ് ഡ്രംസ് രംഗത്തെ വിദഗ്ധൻ. അഹമ്മദ് ഷിബിൻ. ജാസ് ആൻഡ് ഡ്രംസ് രംഗത്തെ വിദഗ്ധൻ അഹമ്മദ് ഷിബിൻ. നിദ കെ, ഫ്രെയിം ആൻഡ് ഗിഫ്റ്റ് സംരംഭ രംഗത്തെ വിദഗ്ധ. നിദ കെ. അടുത്ത ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരി ഹമീദ് സാഹിബിനെ ക്ഷണിക്കുന്നു. പ്രിയമുള്ള അധ്യക്ഷൻ, നമ്മുടെ നഗരസഭാ ചെയർമാൻ, ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത നമ്മുടെ MP PT മുഹമ്മദ് സാഹിബ്, അതുപോലെ തന്നെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച നമ്മുടെ മറിയമ്മ ഷരീഫ്,
എന്നോട് ചെയർമാന് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു സംഖ്യകളൊന്നും പറഞ്ഞു കൊടുക്കരുത്. ഏതായാലും ഞാൻ ഒന്ന് പോയോക്കട്ടെ, നമുക്കും വല്ലതും കിട്ടുമെന്ന് നോക്കണം. ഒരുപാടുള്ള പൈസ മുഴുവൻ ഏതായാലും ഇങ്ങോട്ട് വലിച്ചുകൊണ്ട് നോക്കണം. ഏതായാലും ഞാൻ ഇപ്പോൾ കണ്ടക്കിണ്ടത്തുള്ള എൻ്റെ വാർഡ് ഞാൻ ചിലപ്പോൾ അടുത്ത പ്രാവശ്യം വല്ല പെണ്ണേറ്റായാൽ വല്ല പെണ്ണ് അങ്ങോട്ട് മാറ്റണം എന്നുള്ളൊരു അഭിപ്രായത്തിലാണ് എൻ്റെ മനസ്സിലുള്ളത്. എന്നാൽ വലിക്കാൻ എളുപ്പം, പണ്ട് വലിച്ചു കണ്ടാൽ എളുപ്പം സാധിക്കുന്നപ്പോൾ എനിക്ക് ബോധ്യമായി. ഏതായാലും ഒരു കൊല്ലം കൂടി കഴിഞ്ഞാൽ നമ്മളെ സ്ഥാനമൊക്കെ കഴിഞ്ഞു. ചിലപ്പോൾ അത് അടുത്ത് പെണ്ണായിരിക്കും. നിങ്ങൾ നോക്കണ്ട, പണ്ട് നമ്മൾ റിനീഷാനൊക്കെ കൊണ്ടിട്ടുണ്ട് മുലത്തിൻ്റെ പറമ്പിൻ്റെ മോൾക്ക്, തൊട്ടടുത്ത റിനീഷ. എന്നതുപോലെ അടുത്ത് നമ്മളെ മറിയമ്മ ശരീഫിന് അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോയെന്ന് ഏതായാലും ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ. ഏതായാലും ഇത്ര ഭംഗിയായി ഈ അംഗനവാടി നിർമ്മാണം പൂർത്തീകരിച്ച് വലിയ സദസ്സോടുകൂടി ഉദ്ഘാടനം ചെയ്ത് അതിനൊക്കെ സഹകരിച്ചു കൊടുത്ത ഈ പ്രദേശത്തെ എല്ലാ നാട്ടുകാർക്കും ഈ നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് എൻ്റെ അഭിനന്ദനം നൽകിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു. അടുത്തായി ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പരി ഹമീദ് സാഹിബിനെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി അച്ചാർ ആൻഡ് പിക്കിൾ കുക്കിംഗ് രംഗത്തെ മികച്ച സംരംഭക സുനി റസാഖ്, പിക്കിൾസ് ആൻഡ് കുക്കിംഗ് രംഗത്തെ മികച്ച സംരംഭക സുനി റസാഖ്, പിക്കിൾ കുക്കിംഗ് രംഗത്തെ മറ്റൊരു മികച്ച സംരംഭക മൈമൂന MK. അടുത്തായി ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പൊതുമരാമത്ത് CP ആയിഷ വി ക്ഷണിക്കുന്നു. ഇവിടെ സന്നിധരായിട്ടുള്ള ഇഷ്ട വ്യക്തികളെ, മറ്റു പ്രിയപ്പെട്ടവരെ, ആറമ്മൽ സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടന പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് പ്രയത്നിച്ചവരെയും കൂടെ സഹകരിച്ചവരെയും പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഈ സ്മാർട്ട് അംഗനവാടിയുടെ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. അടുത്തായി ഉപഹാര സമർപ്പണമാണ്. ഉപഹാരം നൽകുന്നതിന് വേണ്ടി CP ആയിഷ വിയെയും ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഇന്റർ കോളേജ് ഹോക്കി സ്റ്റേറ്റ് ലെവലിൽ 3ാം സ്ഥാനം കരസ്ഥമാക്കിയ ഹോക്കി ടീം താരങ്ങളായ അർച്ചന ക്ഷണിക്കുകയാണ്. അർച്ചന, അഞ്ജന അവരുടെ രക്ഷിതാക്കളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഈ ഉദ്ഘാടന ചടങ്ങിലേക്ക് മധുരം സ്പോൺസർ ചെയ്ത നമ്മുടെ പരിപാടിയുമായി എല്ലാ സമയത്തും സഹകരിക്കുന്ന ഫ്രൈ പാൻ കിച്ചണിലുള്ള ഉപഹാരം അതിൻ്റെ പ്രതിനിധി ഏറ്റുവാങ്ങേണ്ടതാണ്. കണ്ണൂരിൽ വെച്ച് നടന്ന കേരള പ്രസന്റ് മീറ്റിൽ 200 മീറ്ററിലും 400 മീറ്ററിലും ഗോൾഡ് മെഡൽ നേടിയ പ്രിസൺ ഓഫീസർ റിയാസ് തൈക്കണ്ടിക്കുള്ള ഉപഹാരം ഡെവലപ്പിംഗ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സക്കീർ ഹുസൈൻ.
നമ്മുടെ അംഗൻവാടിയിലെ ടീച്ചർക്കുള്ള സ്നേഹോപഹാരം ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ സ്നേഹോപഹാരം നൽകുന്നു ഹമീദ് സാഹിബ്. ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ സ്നേഹോപഹാരം ഈ അംഗൻവാടിയുടെ ഹെൽപ്പർ അനീസ. അനീസ ഈ അംഗൻവാടി ഹെൽപ്പർ നമ്മുടെ അംഗൻവാടിയിൽ ഒരുപാട് കാലം ഹെൽപ്പറായി സേവനം ചെയ്ത് മലപ്പുറം നഗരസഭയുടെ ആദ്യത്തെ ഹെൽപ്പർ യശോദ ചേച്ചിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ഉപഹാരം സമർപ്പിക്കാൻ വേണ്ടി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഹക്കീം സാഹിബിനെ ക്ഷണിക്കുന്നു. പതിനഞ്ച് വർഷത്തിലധികം നമ്മുടെ അംഗൻവാടിയിൽ ടീച്ചറായി സേവനം ചെയ്ത ഇന്ദിര പിക്കുള്ള സ്നേഹോപഹാരം വൈസ് ചെയർപേഴ്സൺ ഫസിയ കുഞ്ഞിപ്പ് നൽകുന്നു. നമ്മുടെ അംഗൻവാടിയിലെ ഹെൽപ്പർ, നമ്മുടെ അംഗൻവാടി വളരെ മനോഹരമായി കൊണ്ടു നടക്കുന്ന ഹെൽപ്പർ അനീസക്കുള്ള സ്നേഹോപഹാരം വൈസ് ചെയർപേഴ്സൺ കൊടുക്കുന്നു. നമ്മുടെ അംഗൻവാടിയിലേക്ക് ആവശ്യമായിട്ടുള്ള ക്ലോക്ക് പാറമൽ ചങ്സ് ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ വാർഡ് കൗൺസിലറും കൂടി അംഗൻവാടി ടീച്ചർ ഹെൽപ്പർക്ക് നൽകുകയാണ്. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി CDPO മലപ്പുറം അർബൻ പ്രമീള വിയെ ക്ഷണിക്കുന്നു. ലജിത എസ് വിളിക്കുന്നു. ICDS സൂപ്പർവൈസർ ലജിത എസിനെ ക്ഷണിക്കുന്നു. ഇതിലാണ് നമ്മളിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. നമുക്കറിയാം, ഏതൊരു വാർഡിൻ്റെ വികസനത്തിൽ ഒരു മുതൽക്കൂട്ടും കൂടി ആയിട്ട് ഒരു സ്മാർട്ട് അങ്കണവാടി, പാറമ്മൽ അങ്കണവാടി സ്മാർട്ട് അങ്കണവാടി സാക്ഷാത്കരിച്ചു. ഇനി കുട്ടികളുടെ കളിച്ചിരികളുമായിട്ട് മുന്നേറാനും എല്ലാം ടീച്ചർക്ക് എല്ലാവിധ ആശംസ. ഏതൊരു അങ്കണവാടിയുടെയും സ്വപ്നമാണ് സ്വന്തം കെട്ടിടം എന്നുള്ളത്. ആ സ്വന്തം കെട്ടിടത്തിൽ ഇനി കുട്ടികളുടെ ചിരിക്കിലുക്കം ഉണരട്ടെ എന്ന് എല്ലാം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി കലാകുമാരി SS, ICDS സൂപ്പർവൈസർ കലാകുമാരി SS നിങ്ങളോട് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യനായ ശ്രീ EP മുഹമ്മദ് ബഷീർ MP അവർകൾ, നമ്മുടെ ഈ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ച നമ്മുടെ മലപ്പുറം നഗരസഭാ ചെയർമാൻ ശ്രീ മുജീബ് കാടേരി അവർകൾ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങളെ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരെ, എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, അമ്മമാരെ, കുഞ്ഞുമക്കളെ, തികച്ചും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷത്തിലാണ് നാം ആയിരിക്കുക. നമുക്കറിയാം, ICDS പദ്ധതി ഇന്ത്യയിൽ തന്നെ നടപ്പാക്കിയിട്ട് 1975 ആദ്യത്തെ പ്രൊജക്റ്റായിട്ട് മലപ്പുറത്തിൽ തന്നെ വേങ്ങര ബ്ലോക്കിൽ ഉണ്ടായി. 1975 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്യപ്പെട്ട ICDS പദ്ധതിയുടെ 49ാമത്തെ വർഷമായപ്പോഴാണ് നമ്മുടെ ഈ മലപ്പുറം നഗരസഭയിൽ പാറമ്മൽ എന്ന് പറയുന്ന ഒരു അംഗൻവാടിക്ക് സ്വന്തമായിട്ട് ഒരു സ്മാർട്ട് അംഗൻവാടി എന്ന് പറയുന്ന ആ സ്വപ്നം ഫലവത്തായി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വപ്ന സാക്ഷാത്കാരത്തിന് ചുക്കാൻ പിടിച്ച നമ്മുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ
ശ്രീമതി മറിയുമ്മ ഷെരീഫ് അവർക്ക് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ ആദ്യമേ അറിയിച്ചു കൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഏതൊരു കുട്ടിയുടെയും സ്വഭാവ രൂപവൽക്കരണത്തിന് അടിസ്ഥാനമായി നിലകൊള്ളുന്നത് അവൻ്റെ കുടുംബമാണ്. കുടുംബം കഴിഞ്ഞായിരുന്നാൽ ആദ്യമായി കുട്ടി ഒരു 3 വയസ്സാകുമ്പോൾ ഒരു പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി നമ്മുടെ അങ്കണവാടികളെയാണ് സമീപിക്കുക. ഒരു കുട്ടിയുടെ സോഷ്യലൈസേഷൻ പ്രോസസ്സ്, അതായത് സാമൂഹ്യവൽക്കരണം നമുക്കറിയാം. അതുവരെ കുട്ടി കണ്ടും കേട്ടും അനുഭവിച്ചും അറിയുന്നത് ആ കുട്ടി വളർന്നു വരുന്ന കുടുംബവും കുടുംബത്തിലുള്ള മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മറ്റു വ്യക്തികളെയാണ്. എന്നാൽ ആദ്യമായി ഒരു കുട്ടി ഒരു പ്രീ സ്കൂളിലേക്ക് കടന്നു വരുമ്പോൾ അവൻ്റെ സോഷ്യലൈസേഷൻ പ്രക്രിയ അല്ലെങ്കിൽ സാമൂഹ്യവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് വിവിധ കുടുംബങ്ങളിലുള്ള മറ്റു കുട്ടികളുമായിട്ട് അവൻ വസ്തുക്കൾ പങ്കിടുവാനും ആശയങ്ങൾ പങ്കിടുവാനും കൂടാതെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അവൻ കണ്ടും കേട്ടും അനുഭവിച്ചറിയുന്ന വികാസങ്ങൾ, അതായത് പ്രത്യേകിച്ച് 5 തരത്തിലുള്ള വികാസങ്ങളാണ് നമ്മുടെ ICDS അങ്കണവാടികളിലൂടെ വിഭാവനം ചെയ്യുന്നത്. ICDS അങ്കണവാടി തലങ്ങൾ തുടങ്ങിയ കാലഘട്ടം മുതൽ നമ്മൾ കടന്നു ചിന്തിക്കുമ്പോൾ ഒത്തിരിയധികം മാറ്റങ്ങൾ കാലാനുസൃതമായിട്ട് നടന്നു വരുന്ന ഒരു സാങ്കേതിക കാലഘട്ടത്തിലാണ് നമ്മൾ ആയിരിക്കുക. ഈ സാങ്കേതിക കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളും നമ്മുടെ നാട്ടിൻപുറത്തിലുള്ള സാധാരണക്കാരായ കുട്ടികൾ എല്ലാവിധ സൗകര്യങ്ങളും ഒത്തിണക്കിയ ഒരു അംഗൻവാടിയിൽ അവൻ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടി നല്ലൊരു വ്യക്തിത്വം, എല്ലാ കഴിവുകളും എല്ലാ ശേഷികളും അവനിൽ പ്രാപ്യമാകുവാൻ തക്കതായ രീതിയിൽ നമ്മുടെ അങ്കണവാടികൾ ഇന്ന് സ്മാർട്ടായി വിഭാവനം ചെയ്തിരിക്കുന്നു. അങ്ങനെ സ്മാർട്ടാക്കിയ നമ്മുടെ മലപ്പുറം നഗരസഭയ്ക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ ഈ സമയത്ത് ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും നമ്മുടെ 64 അങ്കണവാടികൾ ഉണ്ടെങ്കിലും 24 അംഗൻവാടി കെട്ടിടങ്ങൾ ഇന്നും നമ്മൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. എനിക്ക് ഒരു കാര്യമേ ഈ സമയം നിങ്ങളോട് പറയാനുള്ളൂ. ഈ 24 കെട്ടിടങ്ങൾക്ക് കൂടി സ്വന്തമായിട്ട് ഒരു അങ്കണവാടി കെട്ടിടവും ആ സ്വന്തമായ കെട്ടിടത്തിലെ സ്മാർട്ട് അങ്കണവാടിയുമാക്കുവാൻ ഈ ഭരണസമിതിക്ക് കഴിയട്ടെ. അതോടൊപ്പം തന്നെ നമ്മുടെ അങ്കണവാടി ജ്ഞാനോമുഖമായിട്ടുള്ള സേവനങ്ങൾ നമ്മുടെ ഈ പ്രദേശത്ത് നൽകുമ്പോൾ ആ സേവനങ്ങൾ പ്രാപ്യമാകത്തക്ക രീതിയിൽ സാധാരണക്കാരന് അത് ലഭ്യമാകത്തക്ക രീതിയിൽ എല്ലാ സമയവും എല്ലാ സേവനവും അങ്കണവാടി പ്രവർത്തകർ നൽകുമ്പോൾ ഈ നാട്ടിലുള്ള ജനങ്ങളെല്ലാവരും ഈ അങ്കണവാടി പ്രവർത്തകർക്ക് താങ്ങും തണലുമായി നിന്നുകൊണ്ട് നിങ്ങളുടെ പിന്തുണയോടുകൂടി ബഹുമുഖമായിട്ടുള്ള നിരവധി സേവനങ്ങൾ നമ്മുടെ അങ്കണവാടികളിലൂടെ ഉണ്ടാകട്ടെ. അതുപോലെ മികച്ച പ്രതിഭകളെ വാർത്തെടുക്കുവാനും ഏതൊരു വ്യക്തിയെയും മാനവികത മുൻനിർത്തിക്കൊണ്ട് മനുഷ്യത്വം ഉള്ള ഒരു പൗരനായിട്ട് മാറ്റി എടുക്കുവാനും ഈ അങ്കണവാടിയിലൂടെ സാധ്യമാകട്ടെ എന്ന് പൂർണ്ണമായിട്ടും ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ ആശംസകളും ഈ അംഗൻവാടിക്കും ഈ അംഗൻവാടി ഇവിടേക്ക് കൊണ്ടുവന്ന മലപ്പുറം നഗരസഭയ്ക്കും പ്രത്യേകമായിട്ട് അർപ്പിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തായി ഈ പ്രോഗ്രാമിന് അവസാനമായി ആശംസകൾ അർപ്പിക്കുന്നു ഈ പ്രോഗ്രാം കമ്മിറ്റിയുടെ സെക്രട്ടറി സഹൽ സാമ്രിക്കൽ. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും പറയുന്നില്ല. ഈ സ്മാർട്ട് അംഗനവാടി ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ച നമ്മുടെ വാർഡ് കൗൺസിലർ, അതുപോലെ മുനിസിപ്പൽ ഭരണസമിതിക്ക് എല്ലാവിധ കടപ്പാടും അറിയിക്കുകയാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ പ്രോഗ്രാമിന് നന്ദി പറയുന്നതിന് വേണ്ടി നമ്മുടെ അംഗനവാടി ടീച്ചർ ടി തുളസിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ അംഗനവാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന AT മുഹമ്മദ് ബഷീർ സാഹിബിന് നന്ദി രേഖപ്പെടുത്തുന്നു. അധ്യക്ഷൻ മുജീബ് കാടേരി അവർക്ക് അംഗനവാടിയുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ സ്വാഗതം പ്രസംഗം നടത്തിയ വാർഡ് കൗൺസിലർ മറിയുമ്മ ഷെരീഫിന് നന്ദി രേഖപ്പെടുത്തുന്നു. ആശംസകൾ അർപ്പിച്ച എല്ലാ കൗൺസിലർമാർക്കും ICDS സൂപ്പർവൈസർമാർക്കും പിന്നെ എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാ അമ്മമാർക്കും നാട്ടുകാർക്കും ഞാൻ അംഗനവാടിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ പരിപാടി മനോഹരമാക്കാൻ നമുക്ക് വേണ്ടി
സാന്റാക്ലോസ് വേഷമണിഞ്ഞ നസീം. നസീമിന് വേണ്ടിയുള്ള ഉപഹാരം നൽകുന്നു വാർഡ് കൗൺസിലർ ശ്രീ മറിയുമ്മ ഷെരീഫ്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ ഉദ്ഘാടന ചടങ്ങ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ അംഗൻവാടി വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും പ്രോഗ്രാമാണ് വേദിയിൽ നടക്കാനിരിക്കുന്നത്. ഒന്നിക്ക് നോക്കൂല.